നമസ്കാരം, എല്ലാവരും ഉഷാറല്ലേ? നമ്മളുടെ സലാല സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ഇവിടെ തുടങ്ങാണ് കേട്ടോ. നമ്മൾ രാവിലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. നമ്മളിന്ന് വെസ്റ്റ് ഓഫ് സലാല കറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ നല്ല അടിപൊളി 4-5 സ്ഥലങ്ങളുണ്ട്. പിന്നെ വെസ്റ്റ് ഓഫ് സലാല എന്ന് പറയുമ്പോൾ അത് യമന്റെ ബോർഡറാണ്. യമന്റെയും ഒമാന്റെയും ബോർഡർ വരെ നമുക്ക് പോവാം. ദുൽഖൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജ് ഉണ്ട് അവിടെ. അതാണ് ലാസ്റ്റ് പോയിന്റ് നമുക്ക് പോവാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു നല്ലൊരു വീഡിയോ ആവും. നിങ്ങളെല്ലാവരും അവസാനം വരെ കാണണം. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. എല്ലാവരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ വണ്ടി അവിടെ നനഞ്ഞ് കുതിർന്ന് നല്ല അടിപൊളിയായി കിടക്കണു. ചുറ്റുവട്ടം നോക്കിയാൽ നിങ്ങൾക്ക് കാഴ്ച കണ്ട് അറിയാം. കണ്ടില്ലേ, നല്ല കോട വന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. അടിപൊളിയാണ് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് യാത്ര തിരിക്കാം. അവിടെ നിന്ന് നമ്മൾ ഈ ദൽഖൂത്ത് പോണ വഴിക്ക് ഒരുപാട് നല്ല വ്യൂ പോയിന്റ്സ് ഉണ്ട് കേട്ടാ. മെയിൻലി നമുക്ക് അത് തന്നെയാണ് കാണാനുള്ളത്. ഇപ്പൊ നോക്കിയേ, നല്ല അത്യാവശ്യം നല്ല കോട ഉണ്ട് മുന്നില്. മഴച്ചാറലും ഉണ്ട്. ആദ്യം നമ്മളിപ്പോ പോണത് ഇഫ്തൽകോട്ട് എന്ന് പറഞ്ഞ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ പോയിന്റുകളാണ് ഇവിടെ ഉള്ളതെന്നാണ് കേട്ടിരിക്കണേ. എന്തായാലും നമുക്ക് ഓരോന്നായി പോയി കാണാം. എന്താണെങ്കിലും ഈ റൈഡ് തന്നെ അടിപൊളിയാണ്. കണ്ടില്ലേ, മുന്നിൽ നല്ല കോട, നല്ല മഴ, ഇങ്ങനെ പോവാൻ വണ്ടി ഓടിച്ചിട്ട്. നാട്ടിൽ കൂടെ പോണ സെയിം എഫക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇഫ്തൽകോട്ട്, ഞാൻ ഈ പറയുന്ന സ്ഥലത്തിന്റെ പ്രൊണൗൺസിയേഷൻ അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു കേട്ടാ. അതിനെ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോ നമ്മുടെ കാലാവസ്ഥയൊക്കെ മാറി, മഞ്ഞും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി. ഇവിടെ ഒരു തെളിച്ചാണ് ഉള്ളത്. നമ്മളിപ്പോ എത്താറായി അവിടെ കേട്ടാ. നമ്മളിപ്പോ ഒരു മലയുടെ ഉള്ളിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കണത്. ഇത് ഒരു ടാർ റോഡല്ല, ഒരു മണ്ണ് റോഡാണ്, കട്ട റോഡാണ്. അപ്പോൾ ഇതിന്റെ അറ്റത്താണ് ഈ വ്യൂ പോയിന്റ് വരുന്നത്. പോയി നോക്കാം അവിടെ എന്താ ഉള്ളതെന്ന്. എനിക്ക് തോന്നുന്നു ഒരു കടലിലേക്കുള്ള ഒരു വ്യൂ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മളതാ മല കയറി നമ്മളൊരു തെറ്റത്തെത്തിട്ടോ. ആ മുന്നിൽ കാണുന്നതാന്ന് തോന്നുന്നു, കാറൊക്കെ കൂടി നിൽക്കണില്ലേ, അതാണ് നമ്മുടെ വ്യൂ പോയിന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് മുകളില് കയറി വന്നു. ഇവിടെ കാറ് പാർക്ക് ചെയ്തു കേട്ടാ. ഇവിടെ കാറ് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വ്യൂ എന്ന് പറയുന്നുണ്ടല്ലോ, ഭീകര വ്യൂ ആട്ടാ. അന്യായ വ്യൂ, ഒരു രക്ഷയില്ല. കണ്ടില്ലേ, ഈ മലയുടെ മുകളിന്ന് ഈ കടലിലേക്കാണ് ഇവിടെ നിന്നുള്ള വ്യൂ വരുന്നത്. കണ്ടോ, അന്യായ വ്യൂ ട്ടാ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മുടെ ഈ കോട കാരണം വീഡിയോയിൽ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. പക്ഷെ ഈ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത്ര കിടുക്കൻ വ്യൂ ആണ്. എങ്ങനെയുണ്ടോ വ്യൂ? നിങ്ങളെന്താ ബബിൾസ് വീർപ്പിച്ച് കളിക്കുക? ഇത് ഒരു രക്ഷയില്ലാത്ത സ്ഥലാട്ടാ. നിങ്ങള് എന്താ പറയാ, യമൻ ബോർഡർ റൂട്ട് പോകുമ്പോ ഈ കാഴ്ച ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾക്ക് യമൻ ബോർഡർ പോകുമ്പോൾ അവിടെ നിന്ന് സെപ്പറേറ്റ് ഒരു 15 മിനിറ്റ് റോഡ് ഡൈവേർട്ട് ചെയ്തിട്ട് വരണം. അപ്പോഴാണ് ഈ സ്ഥലം കിട്ടുള്ളൂ. പക്ഷെ ഒരിക്കലും ഈ സ്ഥലം നിങ്ങൾ മിസ് ചെയ്യരുത്. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കിടിലൻ വ്യൂ ആണ് ഇവിടുന്ന്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മളിവിടെ കഷ്ടി ഒരു 1.5-3 മണിക്കൂർ ചെലവാക്കിയിട്ടാ. തണുപ്പും കാറ്റും എല്ലാം കൊണ്ട് അടിപൊളിയാ ആസ്വദിച്ചു. പോരാത്തതിന് നമ്മൾ ഇവിടുന്ന് കുറെ റീലുകൾ കൊടുത്തു. എല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവുക. അത് കഴിഞ്ഞതാ നമ്മളിപ്പം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. ഇവിടുന്ന് ഒട്ടകത്തിനാണ്ടോ നിങ്ങളിവിടെ? ഒട്ടകം വന്ന് ഏതൊരു മതിലിന്റെ അപ്പുറത്ത് നിന്നിട്ട് അവിടത്തെ പുല്ലും ചെടിയൊക്കെ തിന്നോണ്ടിരിക്കട്ടാ. കണ്ടോ, 3 ഒട്ടകത്തിന്റെ ചന്തി. വിചിത്രമായ കാഴ്ച. അയ്യോ, 4 ഒട്ടകങ്ങൾ കണ്ടോ, അതോ വരുന്നു. അയ്യോ, ഒട്ടകം വന്നപ്പോ മൊബൈല് വീശി പോയായിരുന്നു കേട്ടാ.
രക്ഷപ്പെട്ടു. നമ്മളിപ്പോ മുക്സൈൽ ബീച്ച് ലക്ഷ്യം വെച്ചിട്ടാണ് കേട്ടോ പോണ്. ഇവിടേക്കുള്ള പോകുമ്പോഴുള്ള റോഡ് കണ്ടോ, നല്ല അടിപൊളി റോഡ്. ഒരു സൈഡില് കടല്, ഒരു സൈഡില് മല. തകർപ്പൻ ലൊക്കേഷൻ ആട്ടോ, അടിപൊളി. മുമ്പിൽ നോക്കിയാൽ നല്ല അടിപൊളി ഒരു വ്യൂ. എനിക്ക് തോന്നുന്നു കടലിനോട് എന്താ പറയാ, കടലിന്റെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശാട്ടോ അത്. ഒട്ടകങ്ങളൊക്കെ നിക്കണുണ്ടോ കൂട്ടായിട്ട്. അടിപൊളി കാഴ്ച കേട്ടാ. നമ്മളിപ്പോ മുക്സൈൽ ബീച്ചിന്റെ പാർക്കിംഗ് ലോട്ടിൽ എത്തിട്ടോ. അത്യാവശ്യം ഇവിടെ തിരക്കുണ്ട് കേട്ടോ. എന്നാ ഉണ്ടല്ലേ, ആക്ച്വലി ഈ ഒരു പ്രതിഭാസം നമ്മുടെ ഗൾഫിലെ ഒമാനിലെ സലാലയിൽ മാത്രമേ. അതുകൊണ്ട് തന്നെ എല്ലാ GCC എന്നുള്ള ആൾക്കാരും ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഒമാനിനേക്കാളും കൂടുതൽ കാറുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയണത് ദുബായിലെ, സൗദിയിലെ, ഖത്തറിലേക്കാണ്. ഈ കാണുന്ന മല കണ്ടോ, ഈ മലയുടെ താഴത്തായിട്ട് നമുക്കൊരു കേവ് കാണാം കേട്ടോ. അത് കാണാനാണ് പോണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കടലിന്റെ ഭാഗത്തേക്ക് പോവാം. അൽ മർനീഫ് കേവ് എന്നാണ് ഈ കേവിന്റെ പേര്. ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അൽ മർനീഫ് കേവ്. ഇത്രയൊക്കെ ടൂറിസ്റ്റുകൾ വരുന്നതും പോണതൊക്കെയാണ്. പക്ഷെ വൃത്തിയുടെ കാര്യത്തിൽ ഇവരൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എല്ലാ ടൂറിസ്റ്റ് പ്ലേസും ഇവര് സൂക്ഷിച്ചോളും. ഇവിടത്തെ കടലിലെ തിര കണ്ടോ, ഗൾഫിലെ എല്ലാ കടൽ തീരത്തും കാണുന്ന പോലത്തെ ശാന്തമായ തിരയല്ല കേട്ടോ, നല്ല അതിശക്തമായ തിരയാണ് ഇവിടെ. കണ്ടില്ലേ, ഇതാ എവിടേക്കെങ്കിലും പോയാൽ വെറും കൈയോടെ പോണ സ്വഭാവമല്ലല്ലോ. എല്ലാരും ബബിൾസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ബബിൾസ് വിടേ ഈ കേവിന്റെ ഒരു ഷേപ്പ് കണ്ടോ, എന്തൊരു സാധനമൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട പോലെ കേട്ടാ. കണ്ടില്ലേ. അപ്പൊ ഈ കാണുന്നതാണ് കേട്ടാ നമ്മുടെ അൽ മർനീഫ് കേവിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ. നമുക്കിതിന്റെ ഉള്ളിലേക്ക് കയറി പോകാനൊന്നും പറ്റില്ല. ഇതങ്ങനെ പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ. ഇതിന്റെ ഉള്ളിൽ പോകാനുള്ള ഒരു വഴി പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എവിടെയും കണ്ടില്ല, ആരും ഉള്ളിലേക്ക് കയറി പോണതും കണ്ടില്ല. മുക്സൈൽ ബീച്ച് എന്ന് പറയണത് ഈ ബ്ലോ ഹോൾസിന് ഒരുപാട് പ്രശസ്തമാണ് കേട്ടോ. അത് കാണാനാണ് നമ്മൾ പോണ്. അവിടെ എത്തിയിട്ട് നമ്മൾ കാണിച്ചു തരാം എന്താ സംഭവം എന്ന്. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഈ ബ്ലോ ഹോൾസ് എന്താന്ന്? ഇതാണ് കേട്ടോ സംഭവം. ഈ തിരയുടെ പ്രഷർ അനുസരിച്ചിട്ട് അടിയിൽ നിന്നുള്ള വെള്ളം മുകളിലേക്ക് പൊങ്ങി വരലാണ്. ഇവിടെ നിന്ന് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നനഞ്ഞു. കണ്ടില്ലേ, ഇതാണ് സംഭവം. ഇത് നല്ല തിര വരികയാണെങ്കിൽ തിര അടിച്ച് മുകളിലേക്ക് വെള്ളം ഇങ്ങനെ ഫൗണ്ടൻ പോലെ പൊങ്ങിപ്പോവും. ഇങ്ങനത്തെ കുറെ ഹോളുണ്ട് ഇവിടെ. കണ്ടില്ലേ, വെള്ളം വരുന്നുണ്ടോ? കണ്ടോ, ഇവിടെ വേറൊരു ബ്ലോ ഹോൾ ഉണ്ട് കേട്ടോ. ഇതിൽ കൂടെ കാറ്റ് മാത്രമാണ് മെയിനായിട്ട് വരുന്നത്. അല്ലേ, കാറ്റല്ലേ? വെള്ളം വരുന്നുണ്ടോ? വെള്ളം ഉണ്ടാ? വെള്ളം വരുന്നുണ്ടാ? അച്ചുബാ കയറിക്ക്. അച്ഛനെ വന്ന് നിൽക്കാനൊരു പേടി. കിട്ടാണോ? കടല് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് വ്യൂ പോയിന്റുകൾ ഇവര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അതിലേക്ക് ഒരെണ്ണത്തിലേക്കാണ് നമ്മളിപ്പോ ഈ നടന്നുകൊണ്ടിരിക്കണത്. ഇത് കണ്ടോ നിങ്ങള്, തിര അടിച്ചു കയറി വന്നോണ്ടിരിക്കണ വളരെ ശക്തമായ തിരകളാട്ടോ. കണ്ടോ, ഇങ്ങനെ വന്ന് ഇതാ അതിന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങും. അല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആട്ടോ അത്. കണ്ടില്ല, അതിശക്തമായ തിരകളാണ്. അടിപൊളി. ബ്ലോ ഹോളിലെ വെള്ളം മുഴുവൻ അടിച്ച് ഞാൻ ആകെ നനഞ്ഞൂട്ടാ. തലയും നനഞ്ഞു, ഡ്രസ്സും നനഞ്ഞു, എല്ലാം നനഞ്ഞു. നമ്മുടെ കയ്യിലാണെങ്കിൽ ടവലുമില്ല, ഒന്നുമില്ല. ഇനി ഈ കോലത്തിൽ വേണം ബാക്കിയുള്ള സ്ഥലങ്ങൾ കംപ്ലീറ്റ് പോവാൻ. ഇവിടെ വന്നാൽ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഫുഡ് ട്രക്സ് കാണാം. ഫുഡ് ട്രക്ക് എന്ന് പറയാൻ പറ്റില്ല, ഐസ്ക്രീം, കോണ്, പൊട്ടറ്റോ, ഇതൊക്കെ നമ്മളും വാങ്ങിയിട്ടോ ഓരോ ഐസ്ക്രീമുകൾ. എല്ലാവരും കപ്പ വാങ്ങിയത്, അതാ നല്ലത്. ഇല്ലെങ്കിൽ കാറ് മുഴുവനാവും. കാറ് പോയിരുന്നു തിന്നാ വന്നോളോ. അപ്പൊ നമ്മുടെ മുക്സൈൽ ബീച്ച് വിട്ടുട്ടാ. മുക്സൈൽ ബീച്ച് വിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഫസായ ബീച്ചിലേക്കാണ്. ഇത് നല്ലൊരു അടിപൊളി ബീച്ചാണ് എന്നാണ് പറഞ്ഞു കേട്ടിരിക്കണത്. അപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോ.
നമ്മള് കൊറേ നേരമായിട്ടാ ഈ മല ഇങ്ങനെ കേറാൻ തുടങ്ങിയിട്ട്. ഈ മലയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നീണ്ടു നിവർന്ന് റോഡ് ഇങ്ങനെ വെട്ടി വിരിച്ച് നിരത്തി വെച്ചിരിക്കുകയാണ്. നല്ല അടിപൊളി റൈഡാണ് കേട്ടോ. അടിപൊളി റൈഡല്ല, അടിപൊളി ഡ്രൈവാണ്. കണ്ടില്ലേ, നല്ല കോടമഞ്ഞും സെറ്റപ്പും ഒക്കെ ആയിട്ട് നമ്മള് സുഖമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഫസായ ബീച്ചിലേക്കാണ് ഗൂഗിൾ ലൊക്കേഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് കണ്ടില്ല, ഇവിടെ ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണാണ്ട്. നോക്കി നോക്കാം, ഇവിടെ മിലിറ്ററി ചെക്കിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. ഐ ഡി കാർഡ് എടുത്ത്. ഫസായ ബീച്ച് നമ്മള് ഗൂഗിളിൽ സെറ്റ് ചെയ്ത് പോയി, പക്ഷെ നമ്മളെ ഗൂഗിള് ചതിച്ചുട്ടാ. നമ്മള് ഫസായ ബീച്ച് കണ്ടില്ല. നമ്മള് നേരെ ഈ മിലിറ്ററി ചെക്ക് പോസ്റ്റിന്റെ അവിടെയാണ് എത്തിയത്. അവിടെ നമ്മളോട് എന്താ പറയാ, വണ്ടിയുടെ രജിസ്ട്രേഷനും ലൈസൻസും ഒക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് നമ്മളെ കയറ്റി വിട്ടു. ഈ ഒമാന്റെ ഈ ചെക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഷാത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് പോകേണ്ടത്. ഷാത്ത് എന്ന് പറയുന്നത് നല്ല അടിപൊളി വ്യൂ പോയിന്റ് ഉള്ള ഒരു സ്ഥലമാണ്. നമ്മൾ കണ്ട ആ ചെക്ക് പോസ്റ്റിന്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 10-12 മിനിറ്റ് ആണ് കേട്ടോ ഈ ഷാത്തിലേക്ക് വരുന്നത്. നമ്മളിപ്പോ അത് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ മല എന്താ പറയാ, ഇവിടെ അധികം മഴയൊന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ മഞ്ഞും കാണാനില്ല, കണ്ടില്ലേ. ഇവിടേക്ക് ഒരു പച്ചപ്പായി വരുന്നുള്ളൂ. ചിലപ്പോ ഒന്ന് മഴ കനം കൂടുന്തോറും ഇവിടുത്തെ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഒന്നും കൂടിയും കൂടാൻ സാധ്യത ഉണ്ട്. ചവിട്ടിയ കാറ് പറന്നു പോവും. അത്തേ കണ്ടോ നിങ്ങള്? അതെന്താ ഇഷ്ടംമാതിരി കഴുതകളെ കാണാട്ടോ അവിടെ. കണ്ടില്ലേ, ഒട്ടകങ്ങള് മാറി ഇതാ ഇപ്പൊ കഴുതകളാണ് മുന്നില്. മുന്നിലേക്കുള്ള കാഴ്ച ഉണ്ടല്ലോ, തീരല്ലേട്ടാ. കണ്ടോ, തൊട്ട് മുന്നിൽ വരെ എന്താ ഉള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ. ഒരു കാറ് വരുന്നു, കണ്ടോ, തൊട്ടടുത്തിട്ട് എത്തിയിട്ടാ കാണുന്നത്. കണ്ടല്ലേ, ഓരോ വണ്ടികള് ലൈറ്റ് ഇട്ട് വരുന്ന കാരണം നമുക്ക് കാണണമെന്ന് മാത്രം. ഞാനും ഇത് എപ്പോഴാ ലൈറ്റ് ഇട്ട് കേട്ടാ. കണ്ടല്ലേ, അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. മുന്നിലേക്ക് തീരെ കാണാല്ല കേട്ടോ, ഒട്ടും കാണാല്ല. കോടാന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ കോടാന്ന് പറയുന്ന സാധനം. കണ്ടോ, മുന്നിൽ എന്താണ് എവിടേക്കാ പോണ്ടെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഇവിടെ ഒരു പാർക്കിംഗ് ലോട്ടാണ്, പക്ഷെ എവിടെ പാർക്ക് ചെയ്യണമെന്ന് ഒരു പിടുത്തം കിട്ടണില്ല. അത് അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് കേട്ടോ. നമുക്കിവിടെ പാർക്ക് ചെയ്ത് വിശദമായി കാഴ്ചകൾ കാണാം. ഇതെന്താ നടക്കണേ, എന്താ അവിടെ ഉള്ളത്, ആരൊക്കെയാ മുമ്പിലെന്നൊന്നും കാണാൻ ഒരു രക്ഷയില്ല കേട്ടാ. കോടമഞ്ഞ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ഇതാണ് കോടമഞ്ഞ്. ഇവിടെ ഇഷ്ടമാതിരി വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, താഴെ കൊക്കയിലേക്ക് നോക്കാനുള്ളതൊക്കെ. പക്ഷെ അതൊന്നും കാണാനൊന്നും ഒരു രക്ഷയില്ല. നമ്മളിങ്ങനെ ഓരോന്ന് കണ്ടിങ്ങനെ നടക്കുകയാണ്. ഇതുണ്ടല്ലേ കോട. അതെവിടെ എന്താ സംഭവം എന്നുള്ളത് കാണുന്നില്ല. അത് കണ്ടില്ലേ, കണ്ടോ, ഇതൊരു വലിയൊരു കൊക്കയാണ്, പക്ഷെ ഒരു രക്ഷയില്ല കാണാൻ. കണ്ടോ, കോടമഞ്ഞ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കോടമഞ്ഞ്. വെള്ള പൊതച്ച് ഇരിക്കാന്നൊക്കെ പറയില്ലേ, അതാണിത്. സംഭവം തകർത്തു കേട്ടാ, തകർത്തു. ഇതൊക്കെ വീഡിയോയിലൊക്കെ കാണിച്ചാൽ നിങ്ങൾക്ക് എത്രയാണ്ട് മനസ്സിലാവുന്ന അറിയില്ല കേട്ടോ. പക്ഷെ ഇതൊക്കെ ഇവിടെ വന്നെ കാണണം. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അമ്മാതിരി വ്യൂ ആണ്. നമുക്ക് എങ്ങനെ നിങ്ങളെ കാണിച്ചു തരണമെന്ന് അറിയില്ല, അതാണ് അവസ്ഥ. എല്ലാം വരുന്നുണ്ടോ, നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുണ്ടോ എന്ന് പോലും അറിയാത്ത അവസ്ഥയാണ്. ഈ ഒരു മല കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് 48-50 ഡിഗ്രി ചൂടാന്ന് ആലോചിക്കണം കേട്ടാ. അതിന്റെ വേറൊരു സ്ഥലത്താണ് ഇതാ ഇപ്പൊ ഇവിടെ 25 ഡിഗ്രി ചൂട്. പിള്ളേരൊക്കെ ഇവിടെ ഓടി ചാടി പൂന്തി വിളയാടിക്കൊണ്ട് നടക്കുകയാണ്. ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഏരിയ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. പോരാത്തതിന് നമുക്ക് ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി പോയി മലയുടെ താഴത്തേക്ക് പോയിട്ടും കാഴ്ച കാണാം. അത് നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. നമുക്കിപ്പം താഴത്തേക്കൊന്ന് നടക്കാം.
കണ്ടില്ലേ, ഇതാ നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോകാൻ എന്താ അവിടെ സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ. അങ്ങനെ കുത്തനെ താഴത്തേക്കുള്ള ഒരു വഴിയാണ്. പിള്ളേരൊക്കെ നടന്ന് പോയിക്കൊണ്ടിരിക്കണു. ഇത് കണ്ടോ, ഇവിടെ ഒരു സൈഡിൽ ഇങ്ങനെ പാറക്കെട്ട് കാണാം. ഇവിടെ ഗ്ലാസ് കൊണ്ടൊക്കെ അവരൊരു തടയട വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ ഒമാനിൽ തന്നെ ആണോന്നാണ് ഇപ്പം നമ്മുടെ സംശയം. അമ്മാതിരി കിടിലൻ സ്ഥലം. ഈ പാറ കണ്ടോ, പാറ നമ്മുടെ തൊട്ടടിയിലാണ്. ഇങ്ങനെ കുനിഞ്ഞിട്ട് വേണം പോവാൻ. പിള്ളേരും ഓ നടക്കില്ലേ? ആ കുനിഞ്ഞു പോയിക്കോ, കുനിഞ്ഞു പോവും എല്ലാവരും. എന്താ നടക്കൂ. ആ അതെ അതെ, ആ തെറ്റന്മാരെ നടക്ക പോ. ആ തെറ്റന്മാരെ പോ. മോളില് പാറക്കല്ലാട്ടോ. നമ്മളിതാ കുനിഞ്ഞ് ദാ ഈ ഒരു ഗ്യാപ്പാണല്ലോ പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊരിച്ചു. അപ്പൊ നമ്മള് അതൊക്കെ ഇറങ്ങി ഇതിന്റെ തെറ്റത്ത് എത്തിട്ടോ. ഇതാണ് എന്റെ ലാസ്റ്റ് പോയിന്റ്. എങ്ങനെ ഉണ്ടായിരുന്നോ സ്ഥലം? ഇതുവരെ പോയാലും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? ഇതാണോ? തകർത്തു? അജുവേ ഗുഡാണോ? ഇതാ ഇഷ്ടായി? ഗുഹ എന്ത് സാധനം? ഗുഫ എന്ത് സാധനത്തെ? ഗുഫ. നമ്മളെ തിരിച്ച് നടക്കട്ടോ. അതുകൊണ്ടില്ലേ വന്ന പോലെ തന്നെ കുനിഞ്ഞു നടക്കണ്ട എല്ലാരും. നമ്മളെ തിരിച്ച് മോളിലേക്ക് പോവാട്ടോ. നല്ല അടിപൊളി ഒരു സ്ഥലമായിരുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് സ്ഥലം, മസ്റ്റ് വിസിറ്റ് ആണ്. എന്താ പറഞ്ഞേ? ഗുഡ് സ്ഥലമായിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മള് സാത്തില് ഒരുപാട് സമയം ചെലവാക്കിട്ടാ. കിടുക്കൻ സ്ഥലം എന്ന് പറഞ്ഞാൽ കിടുക്കൻ സ്ഥലം, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. എന്തായാലും നിങ്ങൾ ഇവിടെ വന്ന് കാണണം. നിങ്ങളിത് മരുഭൂമിയിൽ തന്നെയാണോ എന്ന് നിങ്ങൾ സംശയിക്കും. ഇനിയിപ്പൊ നമ്മുടെ സാത്തുനിന്ന് നമ്മുടെ എന്താ സ്ഥലത്തിന്റെ പേര്? റക്യൂത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, റക്യൂത്ത് എന്നാണ് അതിന് പറയാന്ന് തോന്നുന്നു, അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യാൻ തോന്നുന്നു കേട്ടാ. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേട്ടറിഞ്ഞിരിക്കണേ ഈ സാത്തുനിന്ന് റക്കിയാത്തോ അവിടെ വരെയുള്ള ഡ്രൈവാണ് ഒമാനിലെ ഏറ്റവും ബെസ്റ്റ് ഡ്രൈവ് എന്നാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആ കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മളിത് അവിടുന്ന് യാത്ര തിരിക്കുകയാണ് റക്കിയാത്തിലേക്ക്. സംഭവം ശരിയാണ്, അടിപൊളി റൂട്ടൊക്കെയാണ്. ഇത് കണ്ടില്ലേ, ഒട്ടകങ്ങളൊക്കെ നേരെ വരുന്ന നോക്കിയേ. പക്ഷെ ഇത്രയും നേരം ഉണ്ടല്ലോ ഒരു ഇഞ്ച് മുന്നിലേക്ക് കാണണ്ടായിരുന്നില്ല. അമ്മാതിരി കോടമഞ്ഞായിരുന്നു. അടിപൊളി യാത്രയൊക്കെയാണ് കേട്ടോ, അതിനൊരു സംശയമില്ല. നല്ല തണുപ്പൊക്കെ ആസ്വദിച്ച് മഞ്ഞിന്റെ ഇടയിൽ കൂടെ നമ്മളിത് അപ്പൊ ഒരു 10-45 മിനിറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റോഡ് പശു മുടക്കിയിരിക്കട്ടാ. സ്വിറ്റ്സർലാൻഡിലൊക്കെ കാണുന്ന ഒരു സീനാണ്. കണ്ടില്ലേ, പശു അനങ്ങണില്ല. അവിടുന്ന് നമ്മള് പുറത്തു പോയിട്ട് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. പശു ഫുൾ കവർ ചെയ്തിരിക്കുകയാണ്. നമ്മളെ മുന്നിലേക്ക് പോവാനൊരു ഗ്യാപ്പില്ല. ഇതിനൊക്കെ ആട്ടി തൊളിച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോവാൻ. പശുവൊക്കെ നിക്കണില്ല, എന്തോ വൈരാഗ്യമുള്ള പോലെയാട്ടാ നിക്കണേ. കുത്തു വന്നിട്ട് സംഭവം. അങ്ങനെ നമ്മളൊരു അടിപൊളി ഡ്രൈവിന് ശേഷം റായ്ക്കൂത്ത് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മള് എന്താ പറയാ, മലയും കുന്നൊക്കെ താണ്ടി ഘനഗംഭീരനൊരു ഡ്രൈവായിരുന്നു. ഇതവിടെ റായ്ക്കൂത്ത് സിറ്റി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. റായ്ക്കൂത്ത് ഗ്രാമത്തിൽ വന്നു ചേർന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ വ്യൂ കണ്ടോ, ഒരു രക്ഷയില്ല. മലയൊക്കെ ഉണ്ടല്ലോ, പച്ച പുതച്ച് നിൽക്കുകയാണ്. ഈ റക്കൂത്ത് എന്ന് പറയണത് ബേസിക്കലി ഒരു മുക്കുവ ഗ്രാമാട്ടോ. ഇതൊരു ഒരു സർക്കിളായിട്ട് കറങ്ങാനുള്ള ഒരു സംഭവമാണ്. ചെറിയൊരു ഗ്രാമമാണിത്, ചെറിയൊരു മുക്കുവ ഗ്രാമം. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല അവിടെ. നമ്മൾ വെറുതെ ഒന്ന് കറങ്ങാൻ വന്നു എന്ന് മാത്രം. കണ്ടില്ല, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണ പഴയ വീടുകളൊക്കെയാണ് മുന്നിൽ കാണുന്നത്. കണ്ടോ, പിന്നെ ഇവിടെ കുറെ പഴയ ബോട്ടുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണിച്ചു തരാനില്ല ഇവിടുന്ന്.
മുന്നിൽ നേരെ നോക്കിയാൽ നമുക്ക് വിശാലമായ കടലും കാണാം, നല്ല ആർത്തിരമ്പണ കടല്. നമ്മളിവിടെ അന്വേഷിച്ച് പറഞ്ഞ ആ കൂടി ഇവിടെ ഒരു 3 റെസ്റ്റോറൻ്റ് ഉള്ളതെന്നാണ്. അപ്പം നമ്മൾക്ക് ആ 3 റെസ്റ്റോറൻ്റ് ഉള്ളതിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് നടവാണ്. നമ്മൾ ഈ കയറാൻ പോണതാണ് 2ാമത്തെ റെസ്റ്റോറൻറ്റ്. അപ്പം നമ്മൾക്ക് ഇവിടെ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കണം. നല്ല വിശപ്പുണ്ട്, കാരണം രാവിലെ ഭക്ഷണം കഴിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഈ കറക്കം തന്നെയായിരുന്നു. റായ്ക്കൂത്ത് റെസ്റ്റോറൻ്റ് ആട്ടോ അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് കയറി നോക്കാം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നമുക്ക് കഴിക്കാൻ കിട്ടുന്നുള്ളത്. ചെറിയൊരു റെസ്റ്റോറൻ്റ് ആട്ടോ അത്. നമുക്ക് കൂടുതലൊന്നും ഇവിടെ പ്രതീക്ഷിക്കാനും പറ്റില്ല. ചെറിയൊരു ഗ്രാമമാണ് ഇവിടെ. നമ്മളിവിടെ ഒരു ബിരിയാണി പറഞ്ഞു. ഇതാണ് ബിരിയാണിയുടെ റൈസ് എന്ന് പറയണത്. അതിൻ്റെ കൂടെ നമ്മൾ ഫിഷ് ഫ്രൈയും പറഞ്ഞു. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ ചിക്കൻ കറി, അതിൻ്റെ കൂടെ ചപ്പാത്തിയും പറഞ്ഞത് കേട്ടോ. അപ്പം പിന്നെ 2 സലാഡും കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. വിശപ്പുള്ള കാരണമാണോ എന്താണെന്ന് അറിയില്ല, ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ തീർത്തിട്ട് വരാം. അപ്പം നമ്മള് റക്കൂത്ത് ഗ്രാമത്തിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങിട്ടോ. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ വിശപ്പുള്ളാറിന് നല്ല രുചിയായിരുന്നു. അത് കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് റക്യൂത്ത് ഗ്രാമത്തിന്റെ ഒരു എൻഡ് ഭാഗം കേട്ടോ. ഇതിന്റെ അപ്പുറം ഇവിടെ ഒന്നുമില്ല. ഈ കടലിടുക്കാണ് ലാസ്റ്റ് കണ്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് ഞങ്ങൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മള് ദൽകൂത്ത് പോവാന്നാണ് വിചാരിച്ചത്. ദൽകൂത്ത് എന്ന് പറയുന്നത് ഒരു ഗ്രാമമാണ്, ഒമാനിലെ അവസാന ഗ്രാമം. അത് ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്യാണ്ട്. സമയമാണെങ്കിൽ ഏകദേശം എത്ര മണിയായി ഇപ്പോൾ? ഏകദേശം 4 മണിയായി. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇനി ഇന്ന് അങ്ങോട്ട് പോകണ്ടാന്ന്. അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ഒരു ഗ്രാമം മാത്രമാണ്, ഒമാനിലെ അവസാന ഗ്രാമം. ആ ഗ്രാമത്തിൽ നിന്ന് പിന്നെ ഒരു 60 കിലോമീറ്റർ പോയാലാണ് നമ്മുടെ യമന്റെ ബോർഡർ വരുന്നത്. അപ്പോൾ അത് ഇപ്രാവശ്യം നമ്മൾ ഡ്രോപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മളപ്പോ ഇനി നമ്മുടെ റിസോർട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇന്നത്തെ ആരോഗ്യവും കത്തിക്കലൊക്കെ കഴിഞ്ഞു. ഇനി റിസോർട്ടിൽ പോകണം, കുറച്ചു നേരം റെസ്റ്റ് ചെയ്യണം, കിടന്നുറങ്ങണം. അപ്പം നമ്മുടെ സലാല യാത്ര ഇവിടെ അവസാനിക്കണില്ല. വീണ്ടും നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ തന്നെ വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ. നമ്മള് വീഡിയോ ഒക്കെ അവസാനിപ്പിച്ചു വെച്ചായിരുന്നു കേട്ടാ. അപ്പോഴാണ് നമുക്കിപ്പോ മനസ്സിലായത് നമ്മുടെ ഹോട്ടലിൽ പോണ വഴിക്ക് നല്ലൊരു അടിപൊളി വാട്ടർഫോളും കൂടി ഉണ്ടെന്ന്. അപ്പൊ വിചാരിച്ചെന്നാ പോണ വഴിക്കാണ് അതും കൂടി കണ്ടിട്ട് പോവാന്ന്. ഇനിയിപ്പോ ഉറപ്പൊന്നുമില്ല വെള്ളച്ചാട്ടം ഉണ്ടാവുമല്ലേ എന്നൊന്നും. എന്നാലും നമ്മുടെ പോണ വഴിക്കൊരു 8 മിനിറ്റ് ഡൈവേർഷൻ എടുത്ത് പോയാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് ചാടിയത്. അയൺ റൂബ് എന്നാട്ടോ ഈ വാട്ടർഫോളിന്റെ പേര്. അയൺ റൂബ് വാട്ടർഫോൾ നോക്കി ഗൂഗിള് നോക്കി വന്നിട്ട് നമ്മളിതാ ഇങ്ങനെ ഒരു സ്ഥലത്താട്ടാ വന്ന് പെട്ടത്. നമുക്കിവിടെ വാട്ടർഫോളും കാണാനില്ല, ഒന്നും കാണാനില്ല. നമ്മളിത് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് വാട്ടർഫോൾ നോക്കുകയാണ്, പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല. എനിക്കറിയില്ല എന്താ പ്രശ്നം എന്ന്. എന്താണെങ്കിലും നമ്മളിവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഒരു ട്രക്കുകാരൻ ഇതിൽ കൂടെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അങ്ങോരോട് ഈ അലയൺ വാട്ടർഫോളിനെ പറ്റി ചോദിച്ചു. അപ്പം അങ്ങോര് പറഞ്ഞ സംഭവം ഉണ്ട്, പക്ഷെ അത് ഈ മലയുടെ ഏതോ ഉൾഭാഗത്താണ്, ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ട്. അത് നമുക്ക് ഒരുപാട് നടക്കാണ്ട്, വണ്ടിയൊന്നും അതിൽ കൂടെ പോവില്ല എന്നാണ് പറയണത്. എന്താണെങ്കിലും ഈ വന്നു നിന്ന സ്ഥലം അടിപൊളിയായിട്ടാ, തകർപ്പൻ സ്ഥലമാണ്. അലയൺ വാട്ടർഫോൾ കാണാൻ പറ്റിയില്ല, എന്നാലും സ്ഥലം സൂപ്പറായി. ഔട്ട്രോ ഒക്കെ ഒരിക്കൽ പറഞ്ഞ കാരണം ഇനി ഔട്ട്രോ പറയണില്ല. അപ്പോൾ വീണ്ടും അടുത്ത വ്ളോഗിൽ പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും വീണ്ടും ബൈ.